Hi guys, good morning and welcome to our new vlog. പെട്ടി ഉടുപ്പുകള് സോപ്പ് പൊടി എന്തായിരിക്കും സംഭവം? എന്തായിരിക്കും പെട്ടി കണ്ടാ തന്നെ അറിഞ്ഞൂടെ എന്തായിരിക്കും സംഭവം? ഉടുപ്പും കിടക്കുന്ന കണ്ട അറിഞ്ഞൂടെ? സോപ്പ് പൊടി കണ്ട പിന്നെ ഉറപ്പായിട്ട് അറിയാൻ പറ്റും എന്താ സംഭവം. അത് കുറച്ച് നീണ്ട സംഭവം അത് മനസ്സിലാവുമല്ലോ. എത്ര വലിയ സോപ്പ് പൊടിയാണ്. അതെ. ഓക്കെ ഗൈസ്, സോ വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ്. വളരെ സന്തോഷത്തോടെയാണ് ഈ ഒരു വ്ലോഗ് തുടങ്ങുന്നത്. ഫസ്റ്റ് തന്നെ പറയട്ടെ, ഇനി തൊട്ട് ഡെയിലി വ്ലോഗ്സ് ആയിരിക്കും. ഓക്കെ, ഡെയിലി 10 മണിക്ക് വരുന്നതായിരിക്കും. കാരണം കുറെ കാലങ്ങൾക്ക് ശേഷം ഞാനും പ്രിയയും വേദും കൂടെ വീണ്ടും ഞങ്ങളൊരു ട്രാവൽ സീരീസ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇടയ്ക്ക് ബാങ്കോക്ക് അതൊക്കെ പോയെങ്കിൽ അത് ട്രാവൽ സീരീസ് അല്ല, ജപ്പാനിൽ ഒറ്റയ്ക്ക് വന്നത്. സോ ഓൾമോസ്റ്റ് ആഫ്റ്റർ എ ഇയർ അല്ലേ? ജാനുവരി ലാസ്റ്റ് ട്രാവൽ. ഓക്കെ, അപ്പൊ അതിനുശേഷം നമ്മളിപ്പം യാത്ര ചെയ്യുവാണ്. വെരി എക്സൈറ്റഡ്. ക്ലോത്തിങ്ങിന്റെ പ്രിയയുടെ പാക്കിംഗ് കാണിക്കാം. കാരണം എന്റെ ഒന്നും ആയിട്ടില്ല. ഞാൻ വേദുവിന്റെ എല്ലാം പാക്ക് ചെയ്തത് വെച്ചിട്ടുണ്ട്. സോ വേദുവിന്റെ പാൻസ് മാത്രം വേദുവിന്റെ ഇതില് പാക്ക് ചെയ്യുമ്പോ അവിടെ ചെല്ലുമ്പോഴായിരിക്കും പാതി സാധനങ്ങള് ഉണ്ടാവില്ല. ഞാനാണ് ഇത്രയും കാലം പാക്ക് ചെയ്തോണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, സേഫ്റ്റിക്ക് കുറച്ച് ഔട്ട്ഫിറ്റ്സ് എന്റെ പെട്ടിയിലും വെക്കും ഞാൻ വേദുവിന്റെ. ഓക്കെ, അപ്പൊ വേദുവിന്റെ കുറച്ച് പാക്ക് ചെയ്തു. പ്രിയയുടെ പാക്കിംഗ് കാണിക്കുമ്പോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എവിടെയാണ് പോകുന്നതെന്നുള്ളത്. എന്തായാലും എനിക്ക് ഉറപ്പാണ്, ഇപ്പൊ ബാലിയും അല്ലെങ്കിൽ അതുപോലെയൊക്കെ ഞങ്ങൾ പോയതിന് കുറെ പേർക്ക് പിന്നെയും പോവാൻ തോന്നിയല്ലോ അങ്ങോട്ട് ഞങ്ങൾ പോയതിന് ശേഷം. അതുപോലെ തന്നെ ഇത് ഓൾറെഡി യു ഗൈസ് ആർ ഗോയിങ് ടു ലവ് ദ പ്ലേസ്. എനിക്ക് പേഴ്സണലി ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. പക്ഷെ ആർക്കും ഗസ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്കത് ഏറ്റവും കുറവ് ടൂറിസ്റ്റ് ആയിട്ട് അങ്ങോട്ട് പോകുന്നത് കുറവാണ്. പക്ഷെ വൺ ഓഫ് ദ സേഫസ്റ്റ് കൺട്രീസ് ആണ്, വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കൺട്രീസ് ആണ്, ഒരു ഫുഡിന്റെ ക്യാപിറ്റലും കൂടിയാണ്. അപ്പൊ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഐ എം വെരി ഹാപ്പി ടു ഇൻട്രൊഡ്യൂസ് നമുക്ക് ഈ ട്രിപ്പിന്റെ സ്പോൺസേഴ്സ്. നമ്മുടെ ലോങ് ടൈം അഫിലിയേറ്റ് ആയിട്ടുള്ള ഹീലാണ് നമ്മളെ ഇത്തവണയും സ്പോൺസർ ചെയ്യുന്നത്. ഹീൽ സ്പോൺസർ ചെയ്ത എല്ലാ ട്രിപ്പും ഭയങ്കര ഒരു വൈബായിട്ട് നടന്നിട്ടുണ്ട്. എനിക്ക് നമ്മുടെ എല്ലാവരുടെയും പോസിറ്റീവ് എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്യുമ്പോൾ സംഭവം നടക്കുന്നതാണ്. റഷ്യയിലൊക്കെ ഹീൽ ഉണ്ടായിരുന്നല്ലോ. സോ ഏറ്റവും രാജസ്ഥാനിലെ താജ് ലേക്ക് പാലസ് ഒക്കെ ചെയ്തല്ലോ. സോ ഇതിൽ എന്താണെന്നറിയോ, അവരുടെയും ആക്ച്വലി ഇപ്പൊ ഒരു ഭയങ്കര നല്ല ടൈമാന്ന് പറയാം. കാരണം അവരുടെ ഒരു പുതിയ ബ്രാൻഡാണ് സ്ക്വാഡ് എന്ന് പറയുന്നത്. ഡിറ്റർജന്റ് ആണ്, വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന ഡിറ്റർജന്റ് ആണ്. വെറും 5 ലിറ്ററിന് വെറും 488 റുപ്പീസേ ഉള്ളൂ. 499 ആണ് ഞങ്ങൾ പണ്ട് ആദ്യം ഇത് ഇറങ്ങിയപ്പോ വാങ്ങിയപ്പോ. ഇപ്പൊ 488 ഉള്ളൂ 5 ലിറ്ററിന്. സോ സ്ക്വാഡ് ആണ് നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ. ഹീലിന്റെ സബ് ബ്രാൻഡ് ആണ് സ്ക്വാഡ്. സോ നമുക്ക് ആക്ച്വലി ഒരു സോപ്പ് പൊടിന്ന് വേണ്ട എന്താ, ക്ലീൻ ആവണം, അഫോർഡബിൾ ആയിരിക്കണം, അത്യാവശ്യം നല്ലൊരു മണം വേണം. 100% you will get all that from here. 100%. കാരണം ഞങ്ങൾക്ക് എസ്പെഷ്യലി ഒരുപാട് ക്ലോത്ത്സ് നനയ്ക്കാൻ എപ്പോഴും ഉള്ളതാണ്. ഒരുപാട് ഡെയിലി വാഷിംഗ് മെഷീൻ 2 തവണ ഓൺ യൂസ് ചെയ്യുന്നതാണ് ഇവിടെ. സോ നമുക്കൊക്കെ ഒരു ബ്ലെസ്സിംഗ് ആണ്, ഒരു ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ് ആണ് സ്ക്വാഡ്. ഇവരുടെ കുറെ അടിപൊളി പ്രോഡക്ട്സ് നമ്മൾ നമ്മുടെ ട്രാവലിൽ കൂടെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. സോ വൺസ് അഗൈൻ വി വെൽക്കം ഹീൽ ടു ദിസ് അടിപൊളി അസോസിയേഷൻ ആൻഡ് ടു ദിസ് അമേസിംഗ് ട്രാവൽ വ്ലോഗ്. സോ ഇനി നമുക്ക് ആദ്യമേ പ്രിയയുടെ പാക്കിംഗ് കാണാം, അതാണ് ബെറ്റർ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പ്രിയ എപ്പോഴും കറക്റ്റ് ആയിട്ടാണല്ലോ സ്ഥലം പറയുന്നത് അല്ലേ? അപ്പൊ അമേരിക്ക അല്ലെങ്കിൽ ചൈന എന്ന് പറഞ്ഞിരിക്കും, ലാസ്റ്റ് 2 സ്ഥലത്ത് നമ്മളെ കേറ്റാതെ നമുക്ക് ഇതുപോലത്തെ സ്പോൺസേഴ്സിന് കിട്ടുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ അറിയോ, നമുക്ക് കുറേ നല്ല കോണ്ടന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം ട്രാവൽ വ്ലോഗ്സ് ആർ വെരി എക്സ്പെൻസീവ്. ഒബ്വിയസ്ലി നമ്മുടെ ട്രിപ്പിൻ്റെ കോസ്റ്റ് ഒന്നും ഇത് കവർ ആവില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് കുറച്ചും കൂടെ യുണീക്ക് ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ഒക്കെ നമുക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ ഇത്തവണ കുറച്ച് വെറൈറ്റി കാണും താങ്ക്സ് ടു ഹീൽ ആൻഡ് സ്ക്വാഡ്. കണ്ടിട്ട് പ്രാന്തൻ നിൽക്കുന്ന ഒരു ലുക്ക് ഉണ്ട്. ആ മുടി കണ്ടാലേ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എന്തൊക്കെ എടുക്കണം, കൊറേ നാളല്ലേ യാത്ര ചെയ്തിട്ട്, എങ്ങനെയാ യാത്ര ചെയ്യേണ്ടതെന്നുള്ളത്, സാധനങ്ങൾ എടുക്കണം, എങ്ങനെയൊക്കെയാ യാത്ര ചെയ്യേണ്ടത് എന്നുള്ളത് ഇനിയിപ്പോ ഒന്നേന്ന് തുടങ്ങണം. മനസ്സിലായി പ്രിയ? ഇത് ഡ്രസ് പ്ലാൻ ചെയ്യുന്നതിലും ഭ്രാന്തായി എന്റെ കാര്യം ആലോചിച്ച് നോക്ക്. എന്തൊക്കെ ഞാൻ പ്ലാൻ ചെയ്യണം, എവിടെ കഴിക്കുന്നത് തൊട്ട് എന്തൊക്കെ വിസിറ്റ് ചെയ്ത് തൊട്ട് കിടിലൻ ട്രിപ്പ് ആവണ്ടേ. ബാങ്കോക്കിൽ പോയില്ലേ? അതൊരു ട്രാവൽ ബ്ലോഗ് അല്ലല്ലോ. അപ്പൊ 25 ഡേയ്സ് ഞാൻ ഇന്ന് കൗണ്ട് ചെയ്തപ്പോ 25 ഡേയ്സ് ട്രിപ്പിന് നമ്മള് വീണ്ടും കുറെ കാലുകൾക്ക് ശേഷം പാക്കിംഗ് വീഡിയോയിലേക്ക് പ്രിയയുടെ വീണ്ടും വന്നിരിക്കുകയാണ്. എന്റെയും വലിയ കാലിപ്പെട്ടി. അതില് ഭാഗം എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ പോർഷനെ
സാധനങ്ങൾ എടുക്കുന്നുള്ളൂ. അത്ര മതി. അങ്ങനത്തെ സ്ഥലമാണ് ഫസ്റ്റ് ക്ലൂ. വേണ്ട, അത് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഡ്രസ് കാണിക്കാതെ. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ സ്ഥലം ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു സ്ഥലം കൂടി. ആരും പൊതുവെ എനിക്കൊന്ന് ഈ സ്ഥലത്തേക്കാണ് പൊതുവെ ആൾക്കാർ ഇവിടുന്ന് ഏറ്റവും കുറവ് പോകുന്നത് കമ്പയർഡ് ടു ഓൾ ദി അതർ പ്ലേസസ്. അപ്പൊ അതായത് നമുക്ക് വേറെ ക്ലൂ കൂടെ കൊടുക്കാമെങ്കിൽ ചൈനീസ് ഫുഡ് ആണ് കിട്ടുന്നത്. എല്ലാം കിട്ടും. പിന്നെ അങ്ങനൊന്നുമില്ല. മേ ബി ചൈനീസ് ഫുഡാണ് ഏറ്റവും പോപ്പുലർ, അങ്ങനെ പറയാം. ഓക്കെ. അപ്പൊ ശരി. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ എന്തൊക്കെ എടുക്കണം എന്ന് ഒരു ഐഡിയ ഇല്ല. തണുപ്പാന്ന് ദില്ലു പറയുന്നുണ്ട്. എന്നാ ദില്ലു എന്നെ പറയുന്നത് കളർഫുൾ ഡ്രസ് എടുക്കണം, അധികം തണുപ്പുള്ള സ്വെറ്റർ അതൊന്നും എടുക്കണ്ട. അതുകൊണ്ട് എനിക്ക് എന്താന്ന് ഒരു ഐഡിയ ഇല്ലാതെയാണ് ഞാൻ പാക്ക് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മുടെ ബാങ്കോക്ക് ഫാഷന്റെ ഒരു ഡ്രസ് വാങ്ങിക്കട്ടെ. ഇത്തവണ ആദ്യമേ പ്രേക്ക് ഡ്രസ് ഒന്നും പർച്ചേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ബൊട്ടീക്ക് ഉണ്ടല്ലോ. അതെ, കൂടുതലും ബാങ്കോക്ക് ഫാഷനും പിന്നെ നമ്മുടെ ബാക്കിയുള്ള ബ്രാൻഡ്സ് ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഡ്രസ് ഇത് ഞാൻ ഇതിനു മുന്നേ എവിടെയോ നമ്മള് യൂറോപ്പിൽ പോയി ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ അകത്ത് എന്തുകൊണ്ടാ ചെയ്ത് എടുക്കാന്നറിയോ? എങ്ങാനും തണുത്ത ജാക്കറ്റ് ഇടാം, തെർമലും ഇടാം. അപ്പൊ ലോങ് ലൂസ് ഡ്രസ് ആവുമ്പോ നമുക്ക് അകത്തും വേണമെങ്കിൽ പാന്റ് ഒക്കെ ഇടാം, പിന്നെ ഒരു ജാക്കറ്റും വേണമെങ്കിൽ ഇടാം. ഡ്രസ്സിന് കളർഫുള്ളും ആയി അന്ന് അകത്ത് തെർമൽ യൂസ് ചെയ്യാം. പിന്നെ അത് കുറച്ച് കൂടുതൽ കളർഫുൾ ആയി പോയി. ഇത് ഇടാൻ പറ്റിയ സ്ഥലം എനിക്കറിയാം. പിന്നെ നമ്മുടെ ബാങ്കോക്ക് ഫാഷന്റെ തന്നെ ഇതല്ലേ മറ്റേ ഫോറിനർ ഇട്ടത്. ഫോറിനർ ഇട്ടത് എന്റെ ഡ്രസ്സോ? ഫോറിനർ ഇട്ടത് എടുത്ത് ഞാൻ ഇടുന്നത് ബാങ്കോക്ക് ഫാഷന്റെ. പിന്നെ ഒന്നൊന്നര ഷോപ്പിംഗ് ബ്ലോഗ് കാണും ഈ സ്ഥലത്ത്. ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ, ഒരു ക്ലൂ പോലെ വേണം. ഇത് കൊള്ളാലോ. ഓക്കെ, പിന്നെ ഇട്ട് തകർക്കും പ്രിയ. അതെ, പിന്നെ കോഡ് സെറ്റ്. ഓക്കെ, പിന്നെ നമ്മുടെ ലാക്സ് ഡെസീനോ ഇല്ലേ, ലാക്സ് ഡെസീനോടെ ഈ ഒരു ഔട്ട്ഫിറ്റ്. മനസ്സിലാകത്ത് എന്തെങ്കിലും ഇടണമെങ്കിൽ ഇടാലോ. പിന്നെ നമ്മള് ലാക്സ് ഡെസീനോടെ തന്നെ ഈ ഔട്ട്ഫിറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു മൂഡല്ല അവിടെ കേട്ടാ. ഈ മൂഡ് തന്നെ ഒരു ബാലി മൂഡ്, അല്ലെങ്കിൽ ഒരു ഫോർട്ട് കൊച്ചി മൂഡ്, പോണ്ടിച്ചേരി മൂഡ്, ആ ഒരു മൂഡാ. ഈ മൂഡ് അല്ല അവിടെ അല്ല. കുഴപ്പമില്ല, ഈ മൂടുള്ള സ്ഥലത്തും പോണ്ട്. നമ്മള് 2 രാജ്യങ്ങളിൽ പോകുന്നുണ്ടല്ലോ. അപ്പൊ വർക്ക്ഔട്ടോ. ഓക്കെ. അത് പിന്നെ നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാലോ. പിന്നെ നമ്മുടെ ഈ ഒരു കളർഫുൾ ആയ. ഓക്കെ. ഇതൊക്കെ തകർക്കും. ഇത് ഇടാൻ പറ്റിയ സ്ഥലം എനിക്കറിയാം. അപ്പൊ എനിക്ക് എല്ലാ സ്ഥലത്തും ഏതൊക്കെ ഇടുന്ന പറഞ്ഞു പക്ക. ഒരു കിഡിലൻ ട്രെയിൻ ജേണി ഉണ്ട്, അതിലിടാം. പിന്നെ ഇതും അതെ ലാക്സ് ഡെസീനോടെ ഒരു ഔട്ട്ഫിറ്റ് ആണ്. ഇത് കുറച്ച് കട്ടിയുണ്ട്, അതുകൊണ്ട് പിന്നെ ഞാനത് എടുത്തത്. കുറച്ച് തണുപ്പല്ല ഉണ്ടെങ്കിൽ ഇടാനായിട്ട്. പിന്നെ ഇത് എന്റെ ഞാൻ ഡിസൈൻ ചെയ്തതാണ്. കുറേ നാളായിട്ട് ഇത് ഇടണം എന്ന് പറഞ്ഞ ഡിസൈൻ ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ നമ്മുടെ ബ്ലോഗിന്റെ ഇനോഗ്രേഷൻ തന്നെ ഇത് വെച്ച് വേണമെങ്കിൽ നടത്താം. അപ്പൊ ഇത് കാണിക്കണം. വേണ്ട, ഇട്ടിട്ട് കാണിക്കാം. ഓക്കെ, എല്ലാരും പറയട്ടെ പ്രിയയുടെ ഡിസൈൻ. ഇതും ഞാൻ ഡിസൈൻ ചെയ്തതാണ്. പക്ഷെ ഇത് ഞാൻ എടുക്കുന്നില്ല. ഇല്ലേ? എന്താ വെച്ചാൽ ഇത് ഇട്ട് കഴിഞ്ഞപ്പോ അകത്ത് തേർമൽ ഇടാനുള്ള സ്പേസ് ഇല്ല. ഇങ്ങനെ ചുളുങ്ങിയിരിക്കുകയാണ്, തേക്കണം. പക്ഷെ എടുത്തോ വേണമെങ്കിൽ, വെയിറ്റ് ഒന്നും ഇല്ലല്ലോ തന്നെ. അതെ, പക്ഷെ തേർമൽസ് എല്ലായിടത്തും വേണ്ടിയല്ലോ. ചിലയിടത്ത് ചൂടാ, ഭയങ്കര ചൂടാ, കൊച്ചി പോലത്തെ ചൂടാ. പിന്നെ ഇതിന്റെ ആടയാഭരണങ്ങൾ. അതും ഉണ്ടോ? അതെന്താ? ഇത് പേഴ്സിന്റെ ഏതോ ബാക്കി വന്ന ഭാഗം. വേഗം എടുത്ത് ഇങ്ങനെ കട്ടിക്കൂടി ഇങ്ങനെ ഇട്ടിട്ട് കൈ ഇട്ട് ഇതിന്റെ അകത്തൂടെ ബാഗാക്കി. കള്ള ചെക്ക. വേദന ക്യാമറ കാണിക്കാൻ പറ്റില്ല, അവൻ സ്ഥലം പറഞ്ഞു കളയും.
പൗച്ചാക്കി കളഞ്ഞു. ഓക്കെ കോട്ട് സെറ്റ് പോലെ തന്നെ. ഓക്കെ എന്റെ ടോപ്പും ഉണ്ട്. ടോപ്പ് ഉണ്ട്. ഓ പ്രിയ പൊളിക്കും മിക്കവാറും ഈ ട്രിപ്പില്. നല്ല വേറൊരു കാര്യം പറയട്ടെ, മറ്റേ ഏറ്റവും നല്ല ഷെയ്ഡ്സും ബാഗ്സ് ഒക്കെ എടുത്തോ ഇവിടെ സേഫസ്റ്റ് കൺട്രീസ്, ടോപ്പ് സേഫസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡിൽ ടോപ്പ് 3 ടോപ്പ് 5 വരുന്നതാ. ഒരു പ്രശ്നവും ഇല്ല. മെയിൻ ആയിട്ട് അതിന്റെ ഇടയ്ക്ക് വേദു മാല ഇങ്ങനെ ഇടും വേദു. പ്രിയക്ക് അവിടെ പോയി കിട്ടില്ല നോക്കിക്കോ. ഓ ഓക്കെ. ഈ പോകുന്നിടത്ത് പക്ഷെ മാലയും വളയും സംഭവങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് പാടായിരിക്കും എനിക്ക് തോന്നുന്നു. ഡ്രസ്സുകളുടെ ക്വാളിറ്റി ഡ്രസ്സുകളുടെ കേന്ദ്രം ഏകദേശം. അതൊന്നും കാണിക്കണ്ടല്ലോ. ആക്ച്വലി വേണമെങ്കിൽ കാണിക്കാം നമ്മൾ എന്തൊക്കെ മരുന്ന് കൊണ്ടുവന്ന്. കുറെ പേര് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട് വാട്ട് ഓൾ ബി പാക്ക് എന്ന്. അതും കാണിച്ചു തരാം കേട്ടോ, കാരണം കുട്ടികളിൽ ഉള്ളവർക്ക് അതും ഹെൽപ്പ് ആയിരിക്കും. ബേസിക് ഡോളോ 650 പനിക്കും ബോഡി പെയിനും. ഇത് അത്യാവശ്യമാണ്, അലർജി വരാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് കലാഡ്രൽ ലോഷൻ നല്ലതാണ്. പിന്നെ ബോണിസൻ എടുത്തു ഡൈജഷന് വേണ്ടി. ഓക്കെ. പിന്നെ ഇത് വേദുവിന്റെ ഡോളോ ഡ്രോപ്സ്. പിന്നെ വേദുവിന്റെ എം സെറ്റ് സ്റ്റൊമക് അപ്സെറ്റ് ആയ. പിന്നെ ഇത് പ്ലാസ്റ്റർ എടുക്കും. പിന്നെ തെർമോമീറ്റർ. നമ്മുടെ സിട്രസിൻ കാണും, അൾട്രോസിൻ കാണും, ഹൈഫനാക്ക് ഉണ്ട്. ഹൈഫനാക്ക് പെയിൻ കില്ലർ. ലോപ്പാമൈഡ് ഉണ്ട് വയറിളക്കം. അതെനിക്ക് വരാൻ വളരെ സാധ്യത കുറവാണ്. പിന്നെ എം സെറ്റ് ഉണ്ട് എങ്ങാണ് ഛർദിലോ എല്ലാം വന്നു കഴിഞ്ഞാൽ. പിന്നെ ഓഗ്മെന്റിയോ ഉണ്ട്, അതായത് ഇതാണ് ആന്റിബയോട്ടിക് പനി എന്തെങ്കിലും പിന്നെ അൾട്രോസിൻ അതൊക്കെ തന്നെ ബേസിക് മരുന്നുകൾ. പിന്നെ ഒരു പെയിൻ കില്ലർ സ്പ്രേയും കൂടെ വേണം. അതും കൂടെ വാങ്ങണം. അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ മെഡിസിൻസ്. കോമൺ ഇത് ആക്ച്വലി തുറക്കാറില്ല കേട്ടോ. എക്സ്പയറി ആകുമ്പോൾ എടുത്ത് കളയും ഉപയോഗിച്ചില്ലെങ്കിൽ. അത്രേ നമ്മൾ ചെയ്യാറുള്ളൂ. അതെ. നമ്മുടെ പ്രോബയോട്ടിക് പോലെ. എന്താ വേദുവിന്റെ നല്ല ഡ്രസ് അത് കൊണ്ടുപോകാം കേട്ടാ. ഓക്കെ. അപ്പൊ ഇത്രയാണ് പ്രിയയുടെ ഒരു സെറ്റപ്പ്. പ്രിയയുടെ പാക്കിംഗ് തുടങ്ങാൻ പോകുന്നു. ഞാൻ എന്റെ പെട്ടിയും കൂടെ കാണിക്കാം, എന്നിട്ട് നമുക്ക് നാളെ യാത്ര തുടങ്ങാം. ചൈനീസ് ഫുഡ് കഴിക്കാൻ ഉറപ്പാ. അതെ അതെ. ഞാൻ ഫുഡ് കഴിച്ച് ഫുഡ് വ്ളോഗ് ചെയ്ത് മരിക്കും. ഓക്കെ ബൈ. ഞാൻ പോയി പാക്ക് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, സോ വെരി എക്സൈറ്റഡ് ഫോർ ടുമോറോ. നാളെ നമ്മുടെ യാത്രയായിരിക്കും. ആൻഡ് വേറൊരു ക്ലൂ കൂടെ പറയണം. അല്ല വേണ്ട അല്ലേ, പറയാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ, വിസ ഇല്ലാതെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അതിപ്പോ കൊറേ വിസ ഇല്ലാത്ത സ്ഥലങ്ങളും ഇല്ലേ? എത്രയുണ്ട്? അധികമൊന്നും ഇല്ല. വിസ ഇല്ലാതെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ബാക്കി നാളെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കാണാം. എയർപോർട്ടിൽ നിന്ന് വെച്ച് നമുക്ക് കാണാം നാളെ. ആൻഡ് വീണ്ടും ഞങ്ങൾ പറയാം, സ്ക്വാഡ് ഡെഫിനറ്റ്ലി ടു ട്രൈ ഔട്ട്. നമ്മുടെ സ്പോൺസേഴ്സ് ആണ്. അത് മാത്രമല്ല കിഡിലും പ്രൊഡക്റ്റ് ആണ്. നമ്മൾ വളരെ കുറച്ച് നമ്മൾ ആക്ച്വലി വളരെ 2-3 ബ്രാൻഡ്സ് ആയിട്ട് ഇതിങ്ങനെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള, ബിക്കോസ് നമുക്ക് അത്രയും ബിലീവബിൾ ആയിട്ടുള്ള ബ്രാൻഡ്സ് ആയിരിക്കണം. അപ്പൊ ഇത്രയും വർഷമായിട്ട് നമ്മൾ ഹീലിന്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. വി ഹാവ് ട്രസ്റ്റ് ദം കംപ്ലീറ്റ്ലി ആൻഡ് വി ആർ ഷുവർ ദാറ്റ് യു ക്യാൻ ഓൾസോ ട്രസ്റ്റ് ദം. ഓക്കെ. സോ എന്തായാലും നാളെ നമുക്ക് ഒരു അടിപൊളി വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ ആൻഡ് യൂസ് സ്ക്വാഡ് ഡിറ്റർജന്റ്. എന്തൊരു വെയിറ്റാ. ബൈ.